വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടില്ലേ? എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചു പോയെന്ന് തോന്നുന്ന നിമിഷങ്ങൾ, നിഴലുകൾ പോലും കൂടെയില്ല എന്ന് തോന്നി, ഒരടി മുന്നോട്ട് വയ്ക്കാൻ പോലും ശക്തിയില്ലാതെ പോയ ആ നിമിഷം, ആ അവസ്ഥയിൽ എവിടെ നിന്ന് പ്രചോദനം കണ്ടെത്തണമെന്നറിയാതെ നമ്മൾ വിഷമിക്കാറുണ്ട്. എന്നാൽ ഈ ഒറ്റപ്പെടൽ ഒരു പുതിയ ശക്തിയായി മാറുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൻ്റെ മണ്ണിൽ ജീവിച്ച ഒരു മഹാജ്ഞാനിയായ ആചാര്യ ചാണക്യൻ തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ രൂപപ്പെടുത്തിയ തത്വങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഇന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഒറ്റയ്ക്കാകുമ്പോൾ എങ്ങനെ ശക്തമായി മുന്നോട്ട് പോകാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, പ്രതിസന്ധികൾ നിറഞ്ഞ രാത്രിക്ക് ശേഷം ഒരു പ്രഭാതമുണ്ട് എന്ന സത്യമാണ്. ചാണക്യൻ ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് കണ്ടിരുന്നത്? അദ്ദേഹത്തിന് അതൊരിക്കലും ഒരവസാനമായിരുന്നില്ല, മറിച്ചൊരു പുതിയ യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. നമ്മൾ ഭയത്തോടെ നോക്കുന്ന ഓരോ പ്രശ്നവും സത്യത്തിൽ നമ്മളെ കൂടുതൽ ശക്തനാക്കാനുള്ള ഒരു പരിശീലന കളരിയാണ്. ഒരു ശത്രുവിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പരാജയങ്ങൾ അടുത്ത തവണ കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള പ്രചോദനമാണ്. ചന്ദ്രഗുപ്തനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ചാണക്യൻ നേരിട്ട പ്രതിസന്ധികളെല്ലാം ഒരു വലിയ വിജയത്തിനു വേണ്ടിയുള്ള താൽക്കാലിക തടസ്സങ്ങൾ മാത്രമായിരുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയും പ്രയാസങ്ങളും ഒരു വലിയ വിജയത്തിന് മുന്നോടിയായി വരുന്ന ഒരടയാളമായി മാത്രം കാണുക. ഓരോ വീഴ്ചയും നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. ഓരോ മുറിപ്പാടും ഒരു കഥ പറയുന്നുണ്ട്. നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. ഈ വേദനയും ഈ വിഷമവും ഒരു ദിവസം അവസാനിക്കും. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കി പറയും, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷേ ഞാൻ അതിനെ അതിജീവിച്ചു. ഈ തിരിച്ചറിവ് നിങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകും. പ്രതിസന്ധികളെ ഭയപ്പെടാതെ അവയെ അവസരങ്ങളായി കാണാൻ പഠിക്കുക. ഇത് വിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴി കൂടുതൽ എളുപ്പമുള്ളതാക്കും. നിങ്ങൾ ഈ നിമിഷം തനിച്ചാണ് എങ്കിൽ ഈ പ്രതിസന്ധിയാണ് നിങ്ങളെ കൂടുതൽ മിടുക്കനും ശക്തനുമാക്കുന്നത്. കാരണം നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ മറ്റൊരാളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുകയാണ്. ചാണക്യൻ തൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞത് തനിച്ചായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഉൾക്കാഴ്ചയും ശക്തിയും മറ്റാരെങ്കിലും കൂടെയുള്ളപ്പോൾ ലഭിക്കില്ല. അതുകൊണ്ട് ഈ നിമിഷം നിങ്ങളുടെ ശക്തിയെ കണ്ടെത്താനും വികസിപ്പിക്കാനുമുള്ള ഒരു സുവർണാവസരമാണ്. ഈ പ്രതിസന്ധി നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും. രണ്ടാമതായി, നിങ്ങൾ നിങ്ങളുടെ ശില്പിയായി മാറുക എന്നുള്ളതാണ്. ആത്മാവാണ് നിങ്ങളുടെ സ്രഷ്ടാവ്. നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കുന്നത് മറ്റുള്ളവരല്ല, നിങ്ങൾ തന്നെയാണ് എന്ന് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ശില്പിയെ പോലെയാണ്. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ തന്നെ കൊത്തിയെടുക്കണം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നത് പ്രധാനമല്ല. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് എന്നതാണ് പ്രധാനം. ഒരു ശില്പി തൻ്റെ മനസ്സിലുള്ള രൂപം യാഥാർത്ഥ്യമാക്കാൻ രാവും പകലും പ്രയത്നിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ഭാവിയുടെ താക്കോൽ. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പിന്മാറാൻ ഭയപ്പെടരുത്. നിങ്ങൾക്കിഷ്ടമുള്ള ജീവിതം ജീവിക്കാൻ ധൈര്യപ്പെടുക. നിങ്ങളുടെ ജീവിതത്തിന് ഒരു രൂപം നൽകുന്നത് നിങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ ഓരോ ചിന്തയും, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ആ രൂപത്തിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും. നിങ്ങളുടെ ശക്തിയും ദൗർബല്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കാതെ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
ഈ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സഹായിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശില്പിയാണ്. അത് മനോഹരമായി പൂർത്തീകരിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. മൂന്നാമതായി, ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ആത്മബലമാണ് യഥാർത്ഥ സമ്പത്ത്. ചാണക്യൻ ഭൗതിക സമ്പത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ സമ്പത്ത് ആത്മബലമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ മനസ്സിലൊരു ശക്തിയുണ്ട്. അത് നിങ്ങൾ അറിയാതെ ഒളിഞ്ഞു കിടക്കുകയാണ്. അത് ധൈര്യമാണ്, ആത്മവിശ്വാസമാണ്, മുന്നോട്ട് പോകാനുള്ള വാശിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഈ ആത്മശക്തിക്ക് നിങ്ങളെ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയും. നിങ്ങൾക്കാരുമില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഈ ആത്മശക്തിയുണ്ട്. ഈ ആത്മശക്തിയെ തിരിച്ചറിയുക. നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയെ നേരിട്ടാലും നിങ്ങളുടെ ഉള്ളിലെ ഒരു ശക്തിയുണ്ട്. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും. ചാണക്യൻ തൻ്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് പണമോ ആയുധങ്ങളോ ആയിരുന്നില്ല, മറിച്ച് തൻ്റെ ആത്മവിശ്വാസവും തന്ത്രപരമായ ബുദ്ധിയുമായിരുന്നു. ഈ ആത്മബലമാണ് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മബലം വർദ്ധിപ്പിക്കുക. അതിനായി നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിജയിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. ഈ ആത്മബലമാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. മറ്റെല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടാലും ഈ ആത്മബലം നിങ്ങളെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കും. നാലാമതായി, ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് പരാജയങ്ങൾ പാഠങ്ങളാണ്, അവസാനമല്ല. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. പരാജയം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അത് അവസാനമല്ല. നിങ്ങൾ ഒരു പാഠം പഠിച്ചുവെന്ന് മാത്രം. ചാണക്യൻ്റെ ജീവിതത്തിലും ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പഠിച്ച് കൂടുതൽ ശക്തനായി തിരിച്ചു വന്നു. ചാണക്യനീതിയിൽ അദ്ദേഹം പറയുന്നു, ഒരാൾ പരാജയപ്പെടുമ്പോൾ കൂടുതൽ ശക്തമായി പഠിക്കുന്നു. പരാജയം നിങ്ങളെ ഒരു പുതിയ വഴിയിലേക്ക് നയിക്കും. നിങ്ങൾ ഒരു പുതിയ പാഠം പഠിച്ചു. ഇനി പുതിയ വഴികളിലൂടെ മുന്നോട്ട് പോവുക. നിങ്ങൾ പരാജയപ്പെട്ടാൽ അത് നിങ്ങളുടെ കഴിവിൻ്റെ കുറവല്ല, മറിച്ച് ആ ലക്ഷ്യം നേടാനുള്ള മറ്റൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ്. ഓരോ പരാജയവും നിങ്ങളെ ഒരു പുതിയ പാഠം പഠിപ്പിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിനാൽ പരാജയത്തെ ഭയപ്പെടാതെ അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുക. ഈ അനുഭവങ്ങളാണ് നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പരാജയങ്ങൾ കൂടുതൽ വേദനാജനകമായിരിക്കും. പക്ഷേ ഈ വേദനയാണ് നിങ്ങളെ കൂടുതൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കൂടെ ആരുമില്ലാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ തെറ്റുകൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൽ നിന്ന് പഠിച്ചു മുന്നോട്ട് പോകാൻ നിർബന്ധിതനാകുന്നു. ഇത് നിങ്ങളെ കൂടുതൽ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നു. അതിനാൽ പരാജയത്തെ ഒരവസരമായി കാണുക. അഞ്ചാമതായി മനസ്സിലാക്കേണ്ട സത്യം, ചെറിയ ചുവടുകൾ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതാണ്. ഒരു വലിയ ലക്ഷ്യം ഒറ്റയടിക്ക് നേടിയെടുക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ ഭയപ്പെടുത്തും. അതിനു പകരം ഓരോ ദിവസവും നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ചാണക്യൻ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ചെറിയ ചെറിയ തന്ത്രങ്ങളിലൂടെയാണ്. വലിയ ശത്രുക്കളെ നേരിട്ടത് ചെറിയ ചെറിയ നീക്കങ്ങളിലൂടെയാണ്. നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക. ഓരോ ദിവസവും ഒരു ചെറിയ ചുവട് മാത്രം വയ്ക്കുക. ഒരു ദിവസം ഒരു ചുവട് വെച്ചാൽ പോലും ഒരു വർഷം കൊണ്ട് നിങ്ങൾ 365 ചുവടുകൾ മുന്നോട്ട് പോയിരിക്കും. ഈ ചെറിയ ചുവടുകളാണ് നിങ്ങളുടെ വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി നിങ്ങളിലുണ്ട്. എന്നാൽ അതിലേക്ക് എത്താനുള്ള വഴി ചെറിയ കാര്യങ്ങളിലൂടെയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പോലും ഈ ചെറിയ ചുവടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആരും കാണാനില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസവും മുന്നേറുന്നുണ്ട് എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ശക്തി നൽകും. ഓരോ ചെറിയ വിജയം നേടുമ്പോഴും അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഈ ആത്മവിശ്വാസം നിങ്ങളെ അടുത്ത ചുവട് വയ്ക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഈ ചെറിയ ചുവടുകൾ ഒന്നിച്ചു ചേർന്ന് നിങ്ങളെ വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കും.
അതിനാൽ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ വിലമതിക്കുക. ആറാമതായി, സ്വയം സ്നേഹിക്കുക, സ്വയം വിശ്വസിക്കുക, നിങ്ങളുടെ മൂല്യങ്ങളെ തിരിച്ചറിയുക. ചാണക്യൻ എപ്പോഴും സ്വന്തം മൂല്യത്തെക്കുറിച്ച് ബോധവാനായിരുന്നു. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ കഴിയൂ. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിമാനിക്കുക. ചാണക്യനീതിയിൽ അദ്ദേഹം പറയുന്നു, സ്വയം ബഹുമാനിക്കുന്നവനെ ലോകം ബഹുമാനിക്കും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കും. ആ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കാതെ സ്വയം അംഗീകരിക്കുക. നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. അതൊരിക്കലും മറക്കരുത്. നിങ്ങൾ തനിച്ചാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾ തന്നെയുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ നിങ്ങൾക്കാരെയും ഭയപ്പെടേണ്ടി വരികയില്ല. നിങ്ങളുടെ ശക്തിയും ദൗർബല്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മൂല്യത്തെക്കുറിച്ച് കൂടുതൽ ബോധമുണ്ടാകും. ഈ ബോധമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഏഴാമതായി, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സത്യം, ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ പഠിക്കുക. നാളെയെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. നാളെയെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടാതെ ഇന്നത്തെ നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ ശ്രദ്ധിക്കുക. ചാണക്യൻ ലക്ഷ്യം വെച്ചത് ഭാവിയെയായിരുന്നു. പക്ഷേ അതിനായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തത് വർത്തമാനകാലത്തിലായിരുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ നാളെയെ നിർണയിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഓരോ നിമിഷവും അർത്ഥപൂർണമാക്കി മാറ്റുക. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ അവയെക്കുറിച്ചോർത്ത് ഉത്കണ്ഠപ്പെട്ട് സമയം കളയുന്നതിന് പകരം ഈ നിമിഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധയോടും സമർപ്പണത്തോടും കൂടി നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുക. ഈ നിമിഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ കെട്ടിപ്പടുക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലല്ലാതെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പൂർത്തീകരിക്കുവാൻ സഹായിക്കും. ഈ നിമിഷത്തിൽ ജീവിച്ച് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം. നിങ്ങൾ തനിച്ചായിരിക്കാം, പക്ഷേ നിങ്ങൾ ദുർബലരല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചാണക്യനുണ്ട്. ഒരു ചാണക്യനെ പുറത്തു കൊണ്ടുവരിക. നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ പ്രതിബന്ധങ്ങൾ വന്നാലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ ഉണർത്തുക. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം നിങ്ങളെ മുന്നോട്ട് നയിക്കും. അതുകൊണ്ട് ഇനിയൊരൊറ്റ നിമിഷം പോലും നിരാശനായിരിക്കരുത്. ഈ നിമിഷം മുതൽ മുന്നോട്ട് പോകാൻ തുടങ്ങുക. ഓർക്കുക, നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ ധൈര്യശാലിയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും. വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ ഈ അധ്യായം ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.